ായി യോഹന്നാന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം നാം കേട്ടുവരികയായിരുന്നു. ശമരിയാക്കാരി സ്ത്രീയോടുള്ള യേശുക്രിസ്തുവിൻ്റെ സംഭാഷണവും ആ സമയത്ത് നടന്ന അവിടുത്തെ വിടുതലുകളും ആ സംഭവ ചരിത്രങ്ങളുമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ പ്രസ്താവിച്ചത്. 1-ാമത്തെ എപ്പിസോഡിലൂടെ നീ ദൈവത്തിൻ്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ എന്ന വാക്യം, അതിൻ്റെ 9-ാമത്തെ 10-ാമത്തെ വാക്യമാണ് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്തത്. എന്നാൽ കഴിഞ്ഞ എപ്പിസോഡിൽ യേശുക്രിസ്തു ആര് എന്നുള്ള വസ്തുതയെ കേട്ടത്. ഒന്ന്, ഞാൻ ആരെന്നറിയുക; ഒന്ന്, യേശു ആരാണെന്ന് നാം മനസ്സിലാക്കുക. ഒന്ന്, നീ ദൈവത്തിൻ്റെ ദാനവും; രണ്ട്, നിന്നോട് കുടിക്കാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിയുക. അപ്പോൾ ഒന്ന്, ഞാൻ ആരെന്ന് മനസ്സിലാക്കുക; രണ്ട്, എൻ്റെ ദൈവം ആരെന്ന് ഞാൻ മനസ്സിലാക്കുക. എന്നാൽ ഇന്ന് ഇതേ വിഷയവുമായി ബന്ധപ്പെട്ട് തുടർന്ന് നമ്മൾ കേൾക്കുന്നു. നമുക്ക് അതിന് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം തന്നെ അതിൻ്റെ 13-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. യേശു അവളോട്, ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവങ്കിൽ നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരുമെന്ന് പറഞ്ഞു. ഈ വെള്ളം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കില്ല. യേശു കർത്താവ് പറയുന്നു, ദാഹജലം കുടിക്കുന്നവന് പിന്നെയും ദാഹിക്കും. എന്നാൽ യേശുക്രിസ്തു തരുന്ന ജീവജലം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയില്ല. മറുഭാവോടെ പറയാം, ഈ ലോകം തരുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നെയും പിന്നെയും കുടിക്കണമെന്ന് തോന്നും, എന്നാലും ദാഹം മാറില്ല. എന്നാൽ ദൈവം തരുന്ന കാര്യങ്ങൾ അനുഭവിക്കുന്ന വ്യക്തിക്ക് തൃപ്തി ഉണ്ടാകും, അവനിലൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും. ഇന്ന് മനുഷ്യർക്ക് ഇല്ലാത്ത ഒരു വിഷയമാണ് തൃപ്തി, സാറ്റിസ്ഫാക്ഷൻ. പലയിടത്തും മനുഷ്യർ അസ്വസ്ഥരാണ്. ഇപ്പോൾ ചെയ്യുന്ന ജോലിയിൽ പലരും തൃപ്തരല്ല, കുടുംബജീവിതത്തിൽ തൃപ്തരല്ല, ശുശ്രൂഷയിൽ തൃപ്തരല്ല, സാമ്പത്തിക മേഖലയിൽ തൃപ്തരല്ല. എന്നാൽ ഞാനൊരു സത്യം നിങ്ങളോട് ഈ തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയാം. ദൈവമാണ് നിങ്ങൾക്ക് ആ കാര്യം നൽകിയതെങ്കിൽ ഞാൻ 100% പറയാം, നിങ്ങളതിൽ തൃപ്തരായിരിക്കും. വിശുദ്ധ ബൈബിളിൽ കർത്താവായ യേശുക്രിസ്തു 5 അപ്പവും 2 മീനും എടുത്ത് വാഴ്ത്തി വർദ്ധിപ്പിച്ച് പുരുഷാരത്തിന് കൊടുത്തു. അവിടെ എഴുതിയിരിക്കുന്ന വാക്യം ഇതാണ്: എല്ലാവരും തിന്ന് തൃപ്തരായി. അതെ, ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ദൈവം നമുക്ക് തരുന്ന സകല കാര്യങ്ങളിലും നമുക്ക് ഒരു തൃപ്തി ഉണ്ടാകും, ഒരു സമാധാനം നമുക്കതിൽ അനുഭവിക്കാൻ കഴിയും. എന്നാൽ ഈ ലോകത്തിലെ ഒന്നിനും മനുഷ്യന് തൃപ്തി തരുവാനോ മനുഷ്യൻ്റെ ദാഹത്തെ അടക്കുവാനോ കഴിയുകയില്ല. അങ്ങനെ അടക്കുവാൻ കഴിയുമായിരുന്നെങ്കിൽ ഈ ലോകത്ത് ഇന്ന് ഭയങ്കര സമാധാനം കണ്ടേനെ. അങ്ങനെ അടക്കാൻ കഴിയുമായിരുന്നെങ്കിൽ നമ്മുടെ ദേശത്ത് മോഷണങ്ങളൊന്നും കാണത്തില്ല. നോക്കുക, ഇന്ന് മോഷണങ്ങൾ പെരുകുന്നതിൻ്റെ കാരണം എന്താ? ഇന്ന് ലോകത്തിൽ അസമാധാനത്തിൻ്റെ കാരണം എന്താ? മനുഷ്യനൊന്നിലും തൃപ്തനല്ല. കടഭാരം, മനുഷ്യന് കടമുണ്ടാകുന്നതിൻ്റെ കാരണമല്ല. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, മനുഷ്യൻ ചിന്തിക്കാതെ ചിലവാക്കിയതിനാലാണ് പലരും കടമുണ്ടായത്. 2 മുറിയും ഒരടുക്കളയും ഒരു ഫ്രണ്ട് റൂമും വയ്ക്കാൻ ചെറിയൊരു വീട് കെട്ടാനുള്ള പൈസ നിങ്ങളുടെ കയ്യിലുണ്ട്. 5 ലക്ഷം രൂപയുണ്ടെന്ന് കൂട്ടിക്കും. അപ്പോൾ 5 ലക്ഷം രൂപയ്ക്ക് വീട് പണിയണമെന്ന് ഇങ്ങനെ ചിന്തിച്ചിരുന്നപ്പോഴാണ് അയലോക്കക്കാരൻ 25 ലക്ഷത്തിന് പണിതത്. അപ്പോൾ ഉടനെ അതിനകത്തോട്ടായി ശ്രദ്ധ. അയലോക്കക്കാരനെ കോമ്പറ്റീറ്റ് ചെയ്യാൻ കുറേയും കൂടെ 20 ലക്ഷം രൂപയും കൂടെ വായ്പ എടുത്തു ബാങ്കിൽ നിന്ന്, അല്ലെങ്കിൽ 30 ലക്ഷം രൂപ വായ്പ എടുത്തു. അവൻ 25 ലക്ഷം വീട് പണിതപ്പം 30 ലക്ഷം രൂപയുടെ വീട് പണിതു. അവസാനം അടയ്ക്കാൻ വകയില്ലാതെ വന്നു. ഇപ്പോൾ 5 ലക്ഷത്തിൻ്റെ വീടുമില്ല, 25 ലക്ഷത്തിൻ്റെ വീടുമില്ല, 30 ലക്ഷമില്ല. ഇവ വാസ്തവം പറഞ്ഞാൽ 5 പൈസ കയ്യിലില്ല. ഇതെവിടുന്നാണ് സംഭവിച്ചത്? ഇതെങ്ങനെയാണ് സംഭവിച്ചത്? ഈ ലോകത്തിലുള്ള ഒന്നിനും നിങ്ങളുടെ ദാഹത്തെ മാറ്റാൻ കഴിയത്തില്ല. അതുതന്നെ യേശു പറഞ്ഞത്. നീ ഇപ്പം കോരാൻ വന്ന ഈ കിണറ്റിലെ വെള്ളത്തിന് ദാഹത്തെ പോക്കാനൊക്കില്ല. യാക്കോബിൻ്റെ കിണറിന് പോക്കാൻ കഴിയാത്ത ദാഹത്തെ പോക്കാനാണ് ദൈവപുത്രനായ യേശു ഈ ഭൂമിയിൽ വന്നത്. അതെ, ന്യായപ്രമാണത്തിനും പഴയ നിയമ വിശുദ്ധന്മാർക്കും നൽകി തരുവാൻ കഴിയാത്തതിനെ നൽകുവാൻ വേണ്ടിയാണ് ദൈവം തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. പ്രിയപ്പെട്ടവരെ, താഴേക്കുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിൻ്റെ 15 മുതൽ, സ്ത്രീ അവനോട്, യജമാനനെ, എനിക്ക് ദാഹിക്കാതെയും ഞാൻ കോരുവാൻ ഇവിടത്തോളം വരാതെയും ഇരിക്കേണ്ടതിന് ആ വെള്ളം എനിക്ക് തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ശ്രദ്ധിക്കുക, യേശു അവളോട്, പോയി ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരിക എന്ന് പറഞ്ഞു. എനിക്ക് ഭർത്താവില്ല എന്ന് സ്ത്രീ അവനോട് ഉത്തരം പറഞ്ഞു.
എനിക്ക് ഭർത്താവില്ല എന്ന് നീ പറഞ്ഞത് ശരി. 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവനോ ഭർത്താവല്ല. ഇനി ഇതിൻ്റെ ആ ഡീപ്നെസ്സിലേക്ക് നമ്മൾ വരികയാണ്. ഈ സ്ത്രീയോട് നിലനിൽക്കുന്ന വെള്ളത്തെക്കുറിച്ച്, ജീവജലത്തെക്കുറിച്ച് കർത്താവായ യേശു ക്രിസ്തു പ്രസ്താവിച്ചപ്പോൾ അവൾ യേശുവിനോട് ആവശ്യപ്പെടുകയാണ്, അങ്ങനൊരു വെള്ളം ഉണ്ടെങ്കിൽ, അങ്ങനൊരു ജീവജലം ഉണ്ടെങ്കിൽ നീ അതെനിക്ക് തരണം. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു അവളോട് പറഞ്ഞു, നീ പോയി ഒരു കാര്യം ചെയ്യും, നിൻ്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരിക. അവൾ പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല. അപ്പോൾ യേശു പറയുകയാണ്, നീ പറഞ്ഞത് ശരി തന്നെ. അപ്പോൾ ഇതിനകത്തുനിന്ന് ഒരു കാര്യം പ്രേക്ഷകരോട് ഞാൻ പറയാം. അവളുടെ ജീവിതത്തിൻ്റെ അവസ്ഥ അവൾ തുറന്ന് സമ്മതിക്കുന്നു ദൈവത്തോട്. എനിക്ക് ഭർത്താവില്ല. യേശു പറഞ്ഞു കേട്ടോ, നീ പറഞ്ഞത് ശരി തന്നെ, ശരി തന്നെ. അതെ, നിങ്ങളുടെ വാക്കുകളെ ദൈവത്തിന് ശരിവെക്കാൻ കഴിയുമോ? നമ്മൾ പറയുന്ന പല കാര്യത്തെയും അല്ലെങ്കിൽ നമ്മുടെ വാക്കുകളെ എത്രത്തോളം ദൈവത്തിന് ശരിയെന്ന് പറയാൻ കഴിയും? സർവശക്തനാകുന്ന ദൈവം നമ്മെ നോക്കിയിട്ട്, മോനെ നീ പറഞ്ഞതാ ശരിയെന്ന് നമ്മളെക്കുറിച്ച് പറയാൻ കഴിയുമോ? ഇന്ന് ഈ രാത്രിയിൽ സ്നേഹത്തോടെ ഞാൻ പറയാം, നമ്മൾ ഭോഷ്ക്ക് പറയുന്നത് ഉപേക്ഷിക്കണം. ദൈവദാസന്മാർ, ദൈവമക്കൾ, വിശേഷാൽ ഇന്ന് ഈ പ്രോഗ്രാം കാണുന്ന നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ വാസ്തവമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ വ്യാജം പറയുന്നത് നിർത്തുക. യഹോവേ, നിൻ്റെ കൂടാരത്തിൽ ആർ വസിക്കും, നിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ ആർ പ്രവേശിക്കും? എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? നാവ് കൊണ്ട് ഭോഷ്ക്ക് പറയാത്തവൻ. ഭോഷ്ക്ക് പറയുന്ന വായ അടഞ്ഞു പോകുന്ന ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത്. പലപ്പോഴും നമ്മളെ തന്നെ പെരുപ്പിച്ച് കാണിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങളെ വർദ്ധിപ്പിച്ച് കാണിക്കാൻ വ്യാജം പറയുന്ന ധാരാളം ആൾക്കാരുണ്ട്. ദൈവമക്കളുടെ ഇടയിൽ പോലും ഉണ്ടെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഒരു മീറ്റിങ്ങിന് 100 പേരെ കൂടിയോളെങ്കിൽ ഏകദേശം ഒരു 100 പേര് കൂടിയെന്ന് പറയണം. ഒരു 10,000 പുറത്ത് ആളുണ്ടായിരുന്നു, പറയരുത്. എന്തിനാത് പറയുന്നേ? യേശു അവളോട് പറയുന്നു, നീ പറഞ്ഞത് ശരി തന്നെ. അതെ, ദൈവത്തിന് നമ്മുടെ വാക്കുകൾക്ക് ശരിവെക്കാൻ കഴിയണം. ആയതിനാൽ നിശ്ചയമായും നിങ്ങളുടെ വാക്ക് ഉവ്വെന്ന് പറഞ്ഞാൽ ഉവ്വെന്നും ആമീൻ എന്ന് പറഞ്ഞാൽ ആമീനെന്നും ആയിരിക്കട്ടെ. താഴേക്കുള്ള വചനത്തിലേക്ക് ഞാൻ വരുന്നു. അപ്പം അവൾ പറയുന്നു, എനിക്ക് ഭർത്താവില്ല. യേശു അവളോട്, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവനോ നിൻ്റെ ഭർത്താവല്ല. അപ്പോൾ എന്താ ഈ സ്ത്രീയുടെ അനുഭവം? കുടുംബജീവിതം എന്ന വ്യവസ്ഥ തകർന്നവളായിരുന്നു ഇവൾ. യേശു കർത്താവ് പ്രവേശിക്കാൻ പാടില്ലാത്ത, ഒരു യഹൂദൻ കയറാൻ പാടില്ലാത്ത ശമരിയ പട്ടണത്തിനകത്ത് കയറിയതിൻ്റെ കാരണമാണ് ഇവിടെ വെളിപ്പെട്ട് വരുന്നത്. ഒരു പഞ്ചായത്ത് കിണറിൻ്റെ കരയിൽ യേശു കർത്താവ് കാത്തിരുന്നത് ആരെയാണെന്നുള്ളതാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. കുടുംബജീവിതം തകർന്നവളെ, കുടുംബജീവിതം നശിച്ചവളെ. 5 ഡൈവോഴ്സ് കഴിഞ്ഞു ഇവളുടെ ജീവിതത്തിൽ. നോക്കി, ഇപ്പോൾ ഒരാളുണ്ട്, വാസ്തവത്തിൽ കല്യാണം കഴിച്ചിട്ടില്ല, ഇപ്പോൾ ഉള്ള ഭർത്താവല്ല, വ്യവസ്ഥ പറഞ്ഞ ഭർത്താവല്ല. അപ്പോൾ ഇവളുടെ ലൈഫ് എന്താ? കുറച്ച് നാളുകൂടെ കഴിയുമ്പോൾ ഇവളെന്താകും? ഞാൻ തുറന്ന് പറയാം, 5 ഡൈവോഴ്സ് കഴിഞ്ഞ് ഇപ്പോഴൊരു ഭർത്താവല്ലാത്തവനെ കൂടെ താമസിപ്പിക്കുന്ന ഈ സ്ത്രീയുടെ കുടുംബജീവിതത്തിൻ്റെ വ്യവസ്ഥകൾ മുഴുവൻ തകർന്ന. കുടുംബജീവിതം എന്ന് പറയുന്നത് കുറേ കല്ലുകൾ അടുക്കിയിരിക്കുന്ന, അടിസ്ഥാനമിട്ട് പണിതിരിക്കുന്നൊരു ഭവനമാണ്. കുടുംബജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട കല്ലുകൾ ഏതൊക്കെയാണെന്ന് പറയാം. 1 സമാധാനം എന്ന കല്ല്, 2 പരസ്പര വിശ്വാസം എന്ന കല്ല്, 3 സ്നേഹം എന്ന കല്ല്. ഇങ്ങനെ പല കല്ലുകളാൽ അടുക്കപ്പെട്ട് പണിതിരിക്കുന്നതാണ് കുടുംബജീവിതം. അപ്പോൾ ഒരു കാര്യം ഓർക്കണം, ഒരു കല്ലിളകിയാൽ അടുത്ത കല്ലിളകും. ഈ ഒരു കല്ലിളകാനാണ് പാട്. നമുക്കറിയാം, നമ്മുടെ ഈ റോഡൊക്കെ ടാർ ചെയ്തിരിക്കുമ്പം ഒരു ചെറിയ കുഴിയായിരിക്കും നമ്മളിപ്പോൾ അവിടെ കാണുന്നത്. എന്നാൽ ആ കുഴി അടയ്ക്കാതിരുന്നാൽ ഒരു 2 മാസം കഴിഞ്ഞ് നമ്മൾ അതുവഴി വരുമ്പോൾ വാസ്തവം പറഞ്ഞാൽ ഒരു വീൽ അതിനകത്ത്, ഒരു ടയർ ഫുൾ അതിനകത്ത് ഇറങ്ങും, അതുപോലെ കുഴിയാവും. അപ്പോൾ ഒരു കല്ലിളകിയാൽ അടുത്തതിളകും. ഇതുപോലെ തന്നെ കുടുംബജീവിതത്തിനകത്ത് പരസ്പര വിശ്വാസം എന്ന കല്ല് ഇളകിയാൽ 2 ആഴ്ചയ്ക്കുള്ളിൽ സമാധാനം എന്ന കല്ലിളകും. സമാധാനം എന്നുള്ള കല്ലിളകിയാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ സ്വസ്ഥത എന്ന കല്ലിളകും. സ്വസ്ഥത എന്നുള്ള കല്ലിളകിയാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ സ്നേഹം എന്ന കല്ലിളകും. അങ്ങനെ ഇത് ഇടിഞ്ഞ് തകർന്ന് നമ്മുടെ ജീവിതം തകർന്ന് തരിപ്പണമാകും. ഈ പ്രോഗ്രാം കാണുന്ന നിങ്ങളോട് ഞാൻ പറയട്ടെ, ഈ അടിസ്ഥാനങ്ങൾ ഇളകാതെ നിങ്ങൾ സൂക്ഷിക്കണം. ഇവിടെ ലൈഫിൽ ഇത് മുഴുവൻ ഇളകി തകർന്ന വ്യക്തിയാണ്. 5 ഡൈവോഴ്സ് കഴിഞ്ഞു ഇവിടെ ലൈഫിൽ. അങ്ങനെയാണെങ്കിൽ ചില വർഷങ്ങൾ, ചില മാസങ്ങളിലൂടെ കഴിയുമ്പം
ആത്മഹത്യയാണ് ഇവളുടെ മുമ്പിൽ, മരണമാണ് ഇവളുടെ മുമ്പിൽ. ജീവിതത്തെ വെറുത്ത് ജീവിക്കാൻ വേണ്ടി ജീവിക്കുന്നവളാണ് ഇവൾ. ആ വാക്ക് മറക്കരുത്. ജീവിതം വെറുത്ത് ജീവിക്കാൻ വേണ്ടി ജീവിക്കുന്നവളാണ് ഇവൾ. അങ്ങനെയുള്ള പലരുമുണ്ട്. ചിലർ ഈ പ്രോഗ്രാം കാണുന്നുണ്ട്. ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ പറയട്ടെ, യേശു കർത്താവ് ഇതറിഞ്ഞുകൊണ്ട് തന്നെ അവിടെ വന്നേ. ചില മാസങ്ങൾ കഴിയുമ്പോൾ ഇവൾ ആത്മഹത്യയിലേക്ക് പോകാതിരിക്കാൻ, ചില വർഷങ്ങൾ കഴിയുമ്പോൾ ഇവളുടെ ജീവിതം പരാജയപ്പെടാതിരിക്കാൻ, അതെ, ഈ ഒരാൾക്ക് വേണ്ടിയാണ് നട്ടുച്ച വെയിലത്ത് യേശു വന്നത്. ഈ ഒരാൾക്ക് വേണ്ടിയാണ് നിലവിലുള്ള പ്രമാണങ്ങളെ തച്ചുടച്ച് യേശു ആ പട്ടണത്തിൽ പ്രവേശിച്ചത്. അതെ, യേശു വലിയൊരു സമൂഹത്തിൻ്റെ ദൈവമല്ല, യേശു വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ ദൈവമാണ്. ഗദരദേശത്തിലെ ഒരു ഭൂതഗ്രസ്തന് വേണ്ടി കിലോമീറ്ററുകൾ വള്ളത്തിൽ കർത്താവ് യാത്ര ചെയ്ത് അവിടെ ചെന്നു. അതെ, യേശു കർത്താവ് നീതിമാന്മാരെ തേടിയല്ല, പാപികളെ തേടിയാണ് ഈ ഭൂമിയിൽ വന്നത്. 99 തേടിയല്ല യേശു ഈ ഭൂമിയിൽ വന്നത്, ഒന്നിനെ തേടിയാണ്. പ്രിയപ്പെട്ടവരെ, പ്രിയ സ്നേഹിത, സഹോദര, സഹോദരി, ദൈവത്തിൻ്റെ പൈതലെ, നിങ്ങൾ എന്ന ഒരു വ്യക്തി, നിങ്ങളെന്ന ഈ ഒരു വ്യക്തി ദൈവത്തിന് വിലപ്പെട്ടതാണ്. നിങ്ങളെന്ന ഈ ഒരു വ്യക്തി ദൈവത്തിന് വിലയേറിയ വ്യക്തിയാണ്. ആയതിനാൽ ഇന്ന് ഈ പ്രോഗ്രാം കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, കുടുംബജീവിതത്തിൻ്റെ വ്യവസ്ഥകൾ തകർന്ന ഈ സഹോദരിയെ രക്ഷിക്കുവാൻ യേശു ആ പട്ടണത്തിൽ വന്നു. ഇന്ന് ഈ പ്രോഗ്രാം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബജീവിതം എങ്ങനെയുണ്ട്? ഞാൻ ഒന്നും കൂടെ കുറച്ചുകൂടെ ആഴമായിട്ട് പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ ഈസ് ഗോഡ്, സെക്കൻഡ് വൺ ഈസ് അവർ ഫാമിലി ലൈഫ്, തേർഡ് വൺ ഈസ് അവർ മിനിസ്ട്രി ഓർ ജോബ്. ഒന്നാമത് ദൈവം, രണ്ടാമത് കുടുംബം, മൂന്നാമത് നമ്മുടെ ശുശ്രൂഷ അല്ലെങ്കിൽ ജോലി, നമ്മളായിരിക്കുന്ന മേഖല. പക്ഷേ സാധാരണ ആൾക്കാർ അങ്ങനല്ല. ഒന്നാമത് ദൈവം, അതെല്ലാവരും പറയുന്നുണ്ട്. രണ്ടാമത് നമ്മുടെ ശുശ്രൂഷ, നമ്മുടെ ജോലി, ഞങ്ങളുടെ സഭ. നോ, ഇതല്ല. ഒന്നാമത് ദൈവം, രണ്ടാമത് കുടുംബം, നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ മാതാപിതാക്കൾ. അതെന്താ പാസ്റ്റർ അങ്ങനെ പറഞ്ഞേ? പൗലോസ് പറയുന്നു, സ്വന്തം കുടുംബത്തെ നന്നായി നയിക്കുവാൻ, ഭരിക്കുവാൻ അറിയാത്തവൻ ദൈവസഭ എങ്ങനെ ഭരിക്കും? അതിൻ്റെ അർത്ഥം ഞാൻ പറയാം. ഒരു ഭാര്യയെയും 2 മക്കളെയും ചൊവ്വേ നോക്കാൻ പറ്റാത്തവൻ 200 പേരെ എങ്ങനെ നോക്കും? 2000 പേരെ എങ്ങനെ നോക്കും? അതെ, കുടുംബജീവിതം വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ കുടുംബജീവിതത്തിനകത്ത് നമുക്ക് സ്വസ്ഥതയുണ്ടെങ്കിൽ, സമാധാനമുണ്ടെങ്കിൽ, ഐക്യതയുണ്ടെങ്കിൽ, പ്രാർത്ഥനയുണ്ടെങ്കിൽ, സ്നേഹമുണ്ടെങ്കിൽ, പരസ്പര വിശ്വാസമുണ്ടെങ്കിൽ, വെളിയിൽ ഇനി എന്തൊക്കെ ഭൂകമ്പം ഉണ്ടായാലും, ലോകം മുഴുവൻ നമുക്കെതിരായാലും നമ്മൾ സ്വസ്ഥതയുള്ളവരായിരിക്കും, സമാധാനമുള്ളവരായിരിക്കും. എന്നാൽ നമ്മുടെ കുടുംബജീവിതത്തിൽ നമുക്ക് ഐക്യതയില്ല, സ്നേഹമില്ല, സ്വസ്ഥതയില്ല, പരസ്പര വിശ്വാസമില്ല, നമ്മുടെ കുടുംബജീവിതത്തിൽ നമ്മൾ ഫെയിലിയർ ആണെങ്കിൽ, വെളിയിൽ നിങ്ങൾ എത്ര സൂപ്പർ സ്റ്റാർ ആണെങ്കിലും നിങ്ങൾ അസ്വസ്ഥനായിരിക്കും, നിങ്ങൾ ടെൻസ്ഡ് ആയിരിക്കും, നിങ്ങൾ ജീവിതം തകർന്നവനായിരിക്കും. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു ജീവജലം നിനക്ക് വേണമെങ്കിൽ നീ പോയി നിൻ്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞത്. കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആയതിനാൽ ഇന്ന് ഈ പ്രോഗ്രാം കാണുന്ന ഭാര്യമാരോട്, ഭർത്താക്കന്മാരോട് ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, നിങ്ങളുടെ ജീവിത പങ്കാളിയെ നിങ്ങൾക്ക് ബഹുമാനിക്കുവാനും സ്നേഹിക്കുവാനും കഴിയണം. കുടുംബജീവിതം എന്ന് പറയുന്നത് കുറച്ച് പൈസ ഉണ്ടാക്കി കൊണ്ട് കൊടുക്കുന്നതല്ല, തിരക്കിട്ട് ഓടുന്നതല്ല. നിങ്ങളുടെ കുടുംബത്തോടു കൂടെ നിങ്ങൾക്ക് സമയം ചെലവഴിക്കാൻ കഴിയണം. നിങ്ങളുടെ മക്കളോടുകൂടെ നിങ്ങൾക്ക് സമയം ചെലവഴിക്കാൻ കഴിയണം. ഇന്ന് വിദേശ രാജ്യങ്ങളിലൊക്കെ ഇരുന്ന് ഈ പ്രോഗ്രാം കാണുന്നവർ പറയട്ടെ, നിങ്ങളുടെ മക്കളുടെ കൂടെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കൂടെ നിങ്ങൾക്ക് സമയം ചെലവഴിക്കാൻ കഴിയുന്നുണ്ടോ? വാസ്തവമായിട്ട് ഡോക്ടർ ബില്ലി ഗ്രഹാമിൻ്റെ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ നിങ്ങളോട് പറയാം. ഒരിക്കൽ അമേരിക്കയുടെ പ്രസിഡൻറ്റ് തന്നെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്തോ ഒരു കാര്യം ഡിസ്കസ് ചെയ്യുകയാണ്. അന്ന് അദ്ദേഹം ഏറ്റവും ശക്തമായ അമേരിക്കയിൽ സമാധാന സുവിശേഷം നന്നായി പ്രസ്താവിക്കുന്ന, ലക്ഷങ്ങൾ അദ്ദേഹത്തിൻ്റെ മീറ്റിങ്ങിന് കൂടുന്ന, അമേരിക്കയിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന ഒരു മനുഷ്യനായിരുന്നു ബില്ലി ഗ്രഹാം. ഇന്നും അങ്ങനെ തന്നെയാണ്. അമേരിക്കൻ പ്രസിഡന്റ് തന്നെ ഫോണിലൂടെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ബില്ലി ഗ്രഹാമിൻ്റെ കുഞ്ഞ് പൈതൽ അദ്ദേഹത്തിൻ്റെ ഷർട്ടിൽ പിടിച്ചിട്ട് ഒരു ടോയ് എടുത്തുകൊണ്ട് വന്ന് കാണിച്ചിട്ട് പറഞ്ഞു, ഡാഡി, എൻ്റെ ടോയിയുടെ ഈ കുതിരയുടെ കാലിളകിപ്പോയെന്ന് പറഞ്ഞു. അമേരിക്കൻ പ്രസിഡൻറ്റിനോട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക അദ്ദേഹം. ഡോക്ടർ ബില്ലി ഗ്രഹാം അമേരിക്കൻ പ്രസിഡൻറ്റിനോട് പ്ലീസ് ഹോൾഡ് ഓൺ എന്ന് പറഞ്ഞ് ഫോൺ താത്തു വെച്ചിട്ട് ഈ വിത്തിൻ ഒരു 5 സെക്കൻഡ് കൊണ്ട്, ഒരു 5 സെക്കൻഡ് കൊണ്ട് ഈ കുതിരയുടെ കാല് കയറ്റി വെച്ചിട്ട് മോൻ്റെ കൊടുത്ത് അവൻ്റെ തോളത്തിൽ എൻ്റെ തട്ടി ഈ ഫോൺ വന്നെടുത്തു. ബില്ലി ഗ്രഹാം പറയുന്ന ഇതാണ്, എനിക്ക് പ്രധാനം എൻ്റെ കുഞ്ഞാണ്, എൻ്റെ കുടുംബമാണ്. അമേരിക്കൻ പ്രസിഡൻ്റ് 5 കൊല്ലത്തേക്കേ കാണും, പക്ഷേ ലൈഫ് എൻ്റെ ഇവനാണ് എൻ്റെ കൂടെ കാണണ്ടേ, അടുത്ത ജനറേഷൻ ഇവനാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് എത്ര പേർക്ക്
നിങ്ങളുടെ മക്കളുടെ കൂടെ സമയം ചെലവഴിക്കാൻ പറ്റുന്നുണ്ട്? നിങ്ങൾക്ക് എത്ര പേർക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ട്? നിങ്ങൾ പറയും, ഞാൻ സ്നേഹിക്കുന്നുണ്ട്, ഞാൻ അവർക്ക് ചോക്ലേറ്റ് മേടിച്ചു കൊടുത്തു, ഞാൻ പൈസ കൊണ്ട് കൊടുത്തു. നോ. ഇതൊക്കെ മെറ്റീരിയലാണ്. ചോക്ലേറ്റിന് തീർക്കാൻ കഴിയാത്ത ചിലത് നിങ്ങൾക്ക് തീർക്കാൻ കഴിയും. പണത്തിന് ചെയ്യാൻ കഴിയാത്ത ചിലത് സ്നേഹത്തിന് ചെയ്യാൻ കഴിയും. പണം ഉണ്ടെങ്കിൽ എല്ലാം നേടാമെന്നുള്ള ചിന്ത ഭയങ്കര തെറ്റാണ്. നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്തിൽ നിങ്ങൾ എത്രയോ പേരെ കാണുന്നു. ധാരാളം വിമാനങ്ങളും ധാരാളം കമ്പനികളുമുള്ള എത്രയോ പേർ നിമിഷം കൊണ്ട് പരാജിതരായി. വിമാനങ്ങളൊക്കെ ജപ്തി ചെയ്തുകൊണ്ട് ബാങ്കുകാർ പോയി. ഇതൊക്കെ താൽക്കാലികമാണ്. ലോകവും അതിൻ്റെ മോഹവും വിട്ടൊഴിഞ്ഞു പോകും. ദൈവ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും നിലനിൽക്കും. അതുകൊണ്ട് നിങ്ങളുടെ കുടുംബം ഏറ്റവും സമാധാനമുള്ളതാകാൻ, സ്വസ്ഥതയുള്ളതാകാൻ, അനുഗ്രഹിക്കപ്പെട്ടതാകാൻ ദൈവം നന്നായി ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എവിടെങ്കിലും പിണക്കമോ ഈർഷ്യോ ഉണ്ടെങ്കിൽ ചില വിട്ടുവീഴ്ചകൾക്ക് നിങ്ങൾ തയ്യാറായേ ഒക്കത്തുള്ളൂ. നിങ്ങൾ ക്ഷമിക്കാൻ തയ്യാറായാൽ, സ്നേഹിക്കാൻ തയ്യാറായാൽ, വാസ്തവമായി ഞങ്ങളോട് പറയാം, പിശാച് തകർക്കാൻ നോക്കിയ കുടുംബജീവിതത്തെ നിങ്ങൾക്ക് പണിയാൻ കഴിയും. അതെ, ഇവൾ പറയുന്നു, ഇപ്പോഴുള്ളവനോ എൻ്റെ ഭർത്താവല്ല. താഴേക്ക് വരുമ്പോൾ ഇങ്ങനെ അവളും കർത്താവുമായിട്ടുള്ള ഡിസ്കഷൻ ഇങ്ങനെ നടക്കുകയാണ്. ഏറ്റവും ഒടുവിൽ 23-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിൽ സത്യത്തിൽ നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നും ഇരിക്കുന്നു. ഈ അധ്യായത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ വലിയൊരു കാര്യം, കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ശിഷ്യന്മാർ അവനോട്, ഗുരുവേ, നീ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞു. അപ്പോൾ യേശു പറഞ്ഞത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന യേശു പഠിപ്പിച്ചു. ഉപവസിക്കാൻ പഠിപ്പിച്ചു. യേശു കർത്താവ് ശിഷ്യന്മാരെ, പുരുഷാരത്തെ പല കാര്യങ്ങൾ പഠിപ്പിച്ചു. എന്നാൽ ഇതാ ഒരു സ്ത്രീയെ, ഒരു വ്യക്തിയെ യേശു കർത്താവ് ആരാധിക്കാൻ പഠിപ്പിക്കുന്നു. എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്നു. അതെ, ഈ അധ്യായത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ വലിയൊരു സത്യം, ശിഷ്യന്മാരെ ഉപവസിക്കാൻ പഠിപ്പിച്ചു, പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു, പുരുഷാരത്തെ പല കാര്യങ്ങൾ പഠിപ്പിച്ചെങ്കിലും ഈ സ്ത്രീയോടാണ് യേശു കർത്താവ് യഥാർത്ഥമായ വോർഷിപ്പിനെക്കുറിച്ച്, ആരാധനയെക്കുറിച്ച് കർത്താവ് വെളിപ്പെടുത്തിയത്. അതെ, യേശു അവളെ ആരാധിക്കാൻ പഠിപ്പിക്കുന്നു. എങ്ങനെയാണ് ആരാധിക്കേണ്ടത്? സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു. അപ്പം ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. സ്ത്രീ അവനോട്, മശിഹ എന്ന് വെച്ചാൽ ക്രിസ്തു വരുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ വരുമ്പോൾ സകലതും അറിയിച്ചു തരും എന്ന് ഞാൻ പറഞ്ഞു. യേശുവോട്, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മശിഹ എന്ന് പറഞ്ഞു. ഇവിടെ നിങ്ങൾക്ക് ഭയങ്കര ഒരു മർമ്മം ഈ തിരുവെഴുത്തിൽ ഞാൻ വെളിപ്പെടുത്തി തരാം. ഇത് ശ്രദ്ധിച്ച് കേൾക്കണം. യേശു കർത്താവ് ഇവളോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഇവൾ യേശുവിനെ വിളിച്ചത് എന്താണെന്നറിയാം? യഹൂദനെന്നാണ്. നീ യഹൂദനായിരിക്കെ, ഞാൻ ശമരിയക്കാരിയായിരിക്കെ എന്നോട് വെള്ളം കുടിക്കാൻ ചോദിക്കുന്നത് എന്ത്? അപ്പം യേശുവിനെ ആദ്യം കണ്ടപ്പം ഇവൾ പറഞ്ഞത് നീ യഹൂദനാണെന്നാണ്. കുറച്ചും കൂടെ വർത്താനം പറഞ്ഞു കഴിഞ്ഞപ്പം ഇവിടെ എഴുതിയിട്ടുണ്ട് യജമാനനെ. അപ്പം ആദ്യം വിളിച്ചു യഹൂദനെ എന്ന്, കുറച്ചുകൂടെ സംസാരിച്ച് കഴിഞ്ഞപ്പം, യേശുവിനെക്കുറിച്ച് കുറച്ചും കൂടെ മനസ്സിലായി കഴിഞ്ഞപ്പം അവൾ വിളിക്കുകയാണ് യജമാനനെ. കുറച്ചും കൂടെ ആഴമായി കർത്താവ് അവളുടെ രഹസ്യ ജീവിതത്തെയും അവളുടെ വ്യക്തിപരമായ ജീവിതത്തെയും വെളിപ്പെടുത്തിയപ്പോൾ അവൾ വിളിക്കുകയാണ് പ്രവാചകനെ. കുറച്ചും കൂടെ ആഴമായി കർത്താവ് തന്നെ വെളിപ്പെടുത്തിയപ്പോൾ അവൾ സംസാരിച്ചപ്പോൾ അവൾ പറയുകയാണ് നീ മശിഹയാണോ. അപ്പോൾ ആദ്യം അവൾ പറഞ്ഞു നീ യഹൂദനാണ്, പിന്നെ അവൾ പറഞ്ഞു നീ യജമാനനാണ്, പിന്നെ അവൾ പറഞ്ഞു നീ പ്രവാചകനാണ്, പിന്നെ അവൾ പറയുകയാണ് നീ മശിഹയാണ്. അതെ, യേശുവുമായിട്ടുള്ള സംസാരം തുടരും തോറും, അവൻ ആരാണെന്ന് അറിയും തോറും അവനെക്കുറിച്ചുള്ള വെളിപ്പാടുകൾ മാറി മാറി വരുന്നു. ഇന്ന് ഈ പ്രോഗ്രാം കാണുമ്പോൾ നിങ്ങളോട് ഞാൻ പറയട്ടെ, യേശു ക്രിസ്തുവിനോട് നിങ്ങൾ അടുക്കും തോറും, അവനെ നിങ്ങൾ സ്നേഹിക്കും തോറും, അവനോട് നിങ്ങൾ പ്രാർത്ഥിക്കും തോറും, അവനോട് അടുത്ത് വരും തോറും അവനെക്കുറിച്ചുള്ള വെളിപ്പാടുകൾ വർദ്ധിച്ച് വർദ്ധിച്ച് വർദ്ധിച്ചു വരും. ഓ പ്രൈസ് ദി ലോർഡ്. നോക്കുക, ഏറ്റവും ഒടുവിൽ അവൾ പറയുന്നു നീ മശിഹയാണ്. 28-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അനന്തരം സ്ത്രീ പാത്രം വെച്ചിട്ട് പട്ടണത്തിൽ ചെന്നു. നോക്കിയേ, ഭൗതികമായ ഒരു കാര്യത്തെയാണ് ഈ പാത്രം കാണിക്കുന്നത്. അവളുടെ ഭൗതിക ആവശ്യമാണ് വെള്ളം കുടിക്കുക എന്നുള്ളത്. അവളുടെ ഭൗതിക പാത്രത്തെ അവൾ മറന്നു വെച്ചിട്ട് പോയി, ഓടിക്കളഞ്ഞു. നോക്കുക, യേശു ക്രിസ്തുവിനോട് നിങ്ങൾ കൂടുതലായി അടുക്കും തോറും
നിങ്ങളുടെ ഭൗതിക വിഷയങ്ങളെ നിങ്ങൾ മറന്ന് നിങ്ങൾ ആത്മീയ വിഷയങ്ങളിൽ അകപ്പെടും. ഒന്നുകൂടെ ഞാൻ പറയാം, ഭൗതിക വിഷയത്തിന് വേണ്ടിയാണ് യേശുവിനെ സമീപിച്ചതെങ്കിലും നിങ്ങൾ അവിടെ കൊണ്ട് നിർത്തരുത്. രോഗശാന്തിക്ക് വേണ്ടി കർത്താവിനെ അറിയുന്ന തെറ്റല്ല, കടഭാരം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വരുന്ന തെറ്റല്ല. ഭൗതിക വിഷയത്തിന് വേണ്ടിയാണ് നിങ്ങൾ കർത്താവിനെ അറിഞ്ഞു വരുന്നതെങ്കിലും പലരുടെയും പ്രശ്നമെന്ന് പറയുന്നത് അത് കിട്ടിക്കഴിയുമ്പോൾ അവിടെ കൊണ്ടങ്ങ് സ്റ്റോപ്പ് ചെയ്യും, പിന്നെ വരത്തില്ല, പിന്നെ അറിയത്തില്ല, പിന്നെ പ്രാർത്ഥിക്കത്തില്ല. അങ്ങനെ ചെയ്യരുത്. ഭൗതിക വിഷയത്തിനാണ് വരുന്നതെങ്കിലും നിങ്ങൾ അടുത്ത ദിവസം കഴിയുമ്പോൾ കുറേയും കൂടെ അവനെ അറിയുക, അടുത്ത ആഴ്ച കുറേയും കൂടെ അവനെ അറിയുക, കുറേയും കൂടെ അറിയുക, യേശുവിനെ കുറേയും കൂടെ അറിയുക, കുറച്ചും കൂടെ അറിയുക. പിന്നെ അടുത്ത സഭായത്തിൽ വരിക, അടുത്ത ഞായറാഴ്ച വീണ്ടും മീറ്റിങ്ങിന് വരിക, അടുത്ത ബൈബിൾ ക്ലാസ്സിൽ വീണ്ടും വരിക, അടുത്ത ഞായറാഴ്ച വീണ്ടും ആരാധനയ്ക്ക് വരിക. അങ്ങനെ അവനെ അറിയും തോറും ഭൗതിക വിഷയങ്ങളെക്കാൾ വലിയവനായി നിങ്ങൾ അറിഞ്ഞ യേശു മാറും. അതെ, എൻ്റെ ഭൗതിക വിഷയങ്ങളെക്കാൾ വലിയവനാണ് ഞാൻ അറിഞ്ഞ കർത്താവ് യേശു ക്രിസ്തു. അവൾ ആ പാത്രത്തെ താഴെ വെച്ചിട്ട് പട്ടണത്തിൽ ചെന്നു. എന്താ ഇവിടെ നടന്നത്? ഒരു പട്ടണം മുഴുവൻ യേശുവിൻ്റെ അടുത്ത് വന്നു. ഇതിൽ നിന്ന് ഒരു കാര്യം ഇവിടെ പറഞ്ഞ് എൻ്റെ സമയം തീരുക, ഒരു കാര്യം ഇവിടെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവാം. ഒരാളിലാണിത് തുടങ്ങിയത്. ഇപ്പം ദേ ഒരു സിറ്റി മുഴുവൻ, ഒരു പട്ടണം മുഴുവൻ യേശുവിൻ്റെ അടുത്ത് വന്നു. അതെ, സുവിശേഷ വേല കർത്താവ് ആരംഭിക്കുന്നത് ഒരാളിലായിരിക്കും. അവനെയും കൊണ്ട് ഒരു പട്ടണത്തെ മുഴുവൻ കർത്താവ് നേടും. പ്രാർത്ഥിക്കാം.